ഇനിയും സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ സുരക്ഷിതമാക്കൂ. ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 10ാം ക്ലാസ്സുകാർക്കും എഞ്ചിനീയർ ആകാം. കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ 80860 97900 949633 1444. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU പറവൂർ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പറവൂർ അഹല്യ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ KR ഗംഗാധരൻ സ്മാരക ഹാളിൽ നടത്തിയ ക്യാമ്പ് ക്ഷേമനിധി ജില്ലാ ഓഫീസർ R സുലേഖ ഉദ്ഘാടനം ചെയ്തു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU പറവൂർ ഏരിയ കമ്മിറ്റിയുടെയും പറവൂർ അഹല്യ ഐ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. KR ഗംഗാധരൻ സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പ് ക്ഷേമനിധി ജില്ലാ ഓഫീസർ R സുലേഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ക്ഷേമനിധി ഓഫീസറായിട്ട് 3 വർഷം ആകാൻ പോവുകയാണ്. 2 വർഷം 11 മാസം കഴിയുകയാണ്. അപ്പോൾ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ സന്ദർഭങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പറവൂരിലാണ്. പറവൂരിലെ എന്ന് പറയുമ്പോൾ പറവൂരിലെ ഓരോ തൊഴിലാളികളും, കാരണം പറവൂരിൽ മാത്രമല്ല ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറായി, അതേപോലെ തന്നെ നായരമ്പലം, മൂത്തകുന്നം ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്ഷേമനിധി ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇവിടുത്തെ തൊഴിലാളികളെല്ലാവരും നല്ല സഹകരണത്തോടുകൂടി എപ്പോൾ നമ്മൾ എവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചാലും ശരി എല്ലാ തൊഴിലാളികളും നന്നായി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. PK സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിൽ അഹല്യ ഫൗണ്ടേഷനിലെ ഡോക്ടർ വിവേക്, PR പ്രസാദ്, KJ ഹരിലാൽ, MP ഏഞ്ചൽസ്, PC ലാലു, VS രമേശ് എന്നിവർ സംസാരിച്ചു. മികവുറ്റ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഹല്യ ഐ ഫൗണ്ടേഷൻ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളൊരു ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രസാദും സുലേഖ സാറും സൂചിപ്പിച്ച രീതിയിൽ കേരളത്തിലെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻകാലങ്ങളിൽ ഉപരിയായി ഏതാനും വർഷങ്ങളായി 100% തൊഴിലാളികളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.